ഹായ്, അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇന്നലെ നമ്മൾ എയും ആനും പറഞ്ഞു ആർട്ടിക്കിളിൽ. ഇന്ന് പറയാൻ പോകുന്ന ദി, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി. അത് നമ്മൾ പിന്നെ നമുക്ക് വ്യക്തമായി അറിയാവുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യത്തിന് ചൂണ്ടി പറയുന്നതിനാണ് ദ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ദ എന്ന് പറയുന്നത് രണ്ട് ഉച്ചാരണമുണ്ട്. ദ എന്ന് ഉപയോഗിക്കും, ദി എന്ന് ഉപയോഗിക്കും. ദ, ദി. അപ്പൊ ദ എന്ന് ഉച്ചരിക്കുന്നത് കോൺസണന്റ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ ദ ചേർക്കുമ്പോൾ ദ എന്ന് ഉപയോഗിക്കും. അതായത് ദ ബോയ്, ദ ഗേൾ, അങ്ങനെ ദ ക്യാറ്റ്, ദ ബോട്ട്, അങ്ങനെ പറയും. അതായത് ദ ഇവിടെ കോൺസണന്റ്, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെങ്കിൽ വ്യഞ്ജന ശബ്ദം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ ദ ചേർക്കുമ്പോൾ ദ എന്ന് ഉച്ചരിക്കും. അതേസമയം വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ വരുമ്പോൾ ദി എന്നും ഉച്ചരിക്കും. അപ്പം കോൺസണന്റിന് മുന്നിൽ ചേർക്കുമ്പോൾ ദ എന്ന് ഉച്ചരിക്കും, ദ ബോയ്, ദ ഗേൾ. അതേസമയം വവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ ഉച്ചരിക്കുമ്പോൾ ദി എന്ന് ഉച്ചരിക്കും. അടുത്തത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഒരു പ്രത്യേക വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ എടുത്തു പറയുന്നതിന് ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു ഉദാഹരണം പറയാം. ദിസ് ഈസ് ദ ബോയ് ഐസ. ഇതാണ് ആ ആൺകുട്ടി. ഐസ, ഞാൻ കണ്ട ആ ആൺകുട്ടി ഇവനാണ്, ഇതാണ്. അപ്പൊ ഇവിടെ ദ ബോയ്, ദ ബോയ് എന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ്. കണ്ട ആ കുട്ടി, ഞാൻ കണ്ട ആ കുട്ടി ഇതാണ് എന്ന് പറയുമ്പം അവിടെ ദ. പ്രത്യേക കുട്ടിയെ, വേറെ ഏതോ ഒരു ആൺകുട്ടിയല്ല, ഞാൻ കണ്ട ആൺകുട്ടി, അല്പം മുമ്പ് കണ്ട ആൺകുട്ടി അല്ലെങ്കിൽ വേറെ ഏതോ കാര്യം പറയുമ്പോൾ ആ ആൺകുട്ടി, ഒരു പ്രത്യേക ആൺകുട്ടിയെ പറയുമ്പോൾ അവിടെ ദ ഉപയോഗിച്ചു. അതുപോലെ വേറൊരു ഉദാഹരണം നോക്ക്. ദിസ് ഈസ് ദ ഷർട്ട് ഐ ബോട്ട് റീസെൻ്റ്ലി. ഈ അടുത്തിടയ്ക്ക് ഞാൻ വാങ്ങിയ ഷർട്ട് ഇതാണ്. ദ ഷർട്ട്, ആ ഷർട്ട്. ഈ അടുത്തിടെ ഞാൻ വാങ്ങിയ ആ ഷർട്ട് അതാണ്. അതിനെ ആ ഷർട്ടിനെ പറയുമ്പോൾ ഏതോ ഒരു ഷർട്ടിനെ അല്ല, ഉടുപ്പ് എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാ പറയത്തില്ല. ഇവിടെ റീസെൻ്റ്ലി ഞാൻ വാങ്ങിയ ഒരു ഷർട്ടിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടെ ദാ ചേർത്തത്. അടുത്തത് നോക്ക്. വേറൊരിടത്ത് ഉപയോഗിക്കുന്ന, നമുക്ക് മുന്നേ അറിയാവുന്നതിനെ കുറിക്കാൻ മുമ്പേ അറിയാം, അങ്ങനെ. അതിന് ഉദാഹരണം നോക്ക്. ദ ബോയ്സ് ഓഫ് ദാറ്റ് സ്കൂൾ വെയർ വെൽ ഡിസിപ്ലിൻഡ്. അപ്പം ആ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ സ്കൂളിലെ ആൺകുട്ടികൾ അവരെങ്ങനെയാണ്? വെൽ ഡിസിപ്ലിൻഡ് ആണ്, അല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾ, ആ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികളായതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ദ ഉപയോഗിച്ചത്. അടുത്തത്, എ ഗേൾ വാസ് കമ്മിങ് ഡൗൺ ദ സ്റ്റെയർ. ദ ഗേൾ വാസ് വെയറിങ് എ റെഡ് ക്യാപ്പ്. അപ്പം ഒരു പെൺകുട്ടി സ്റ്റെയറിലൂടെ വരുന്നുണ്ടായിരുന്നു, താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആ കുട്ടി, ആ പെൺകുട്ടി, ദ ഗേൾ വാസ് വെയറിങ്, ഏത് പെൺകുട്ടിയാ? ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്ന, സ്റ്റെയർ ഇറങ്ങി വന്ന പെൺകുട്ടി വെയറിങ് എ റെഡ് ക്യാപ്പ്, ഒരു ചുവന്ന ക്യാപ്പ് ധരിച്ചിരുന്നു. അപ്പം ആ സ്റ്റെപ്പ് ഇറങ്ങി വന്ന പെൺകുട്ടിയെ വീണ്ടും എടുത്ത് പറയുമ്പോഴാണ് ദാ ഇവിടെ ചേർത്തത്. ആദ്യം നോക്ക്, ഏ ഗേൾ എന്ന് ചേർത്തു, ഒരു പെൺകുട്ടി, സ്റ്റെപ്പ് ഇറങ്ങി വന്ന പെൺകുട്ടി, ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം പറഞ്ഞപ്പോൾ അത് ഉപയോഗിച്ചത്. പക്ഷെ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്ന പെൺകുട്ടിയെ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ദാ ഉപയോഗിച്ചത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ദാ ഉപയോഗിക്കും. അടുത്തത്, ഒരു വർഗത്തെ മൊത്തമായി ഏകവചനത്തിൽ ഉപയോഗിക്കുമ്പോൾ. ഉദാഹരണം പശു. ഇവിടെ ഉദാഹരണം നോക്ക്. ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ. ദ കൗ ഈസ് എ ബ്യൂട്ടിഫുൾ അനിമൽ. ഇപ്പൊ ഒരു പശുവിനെ അല്ല പറയുന്ന, പശുക്കളെ മൊത്തം. പശു ഉപയോഗമുള്ള ഒരു ജീവിയാണ്, യൂസ്ഫുൾ അനിമൽ ആണ്. അപ്പം ആ പശു എന്ന വർഗത്തെ മൊത്തത്തിൽ ഏകവചനമായിട്ട് പറയുന്ന ആ കൗ, അപ്പോഴും കൗ, അതിനു മുമ്പ് ദാ ഉപയോഗിക്കും. അടുത്ത ദാ ഉപയോഗിക്കുന്ന എവിടെയെന്ന് നോക്കാം. ലോകത്തില് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമുള്ളതിനെ പറയുമ്പോൾ ദാ ഉപയോഗിക്കും. ഉദാഹരണം, ദ സൺ, ദ മൂൺ, ദ സ്കൈ. ഇതൊക്കെ ഓരോന്ന് വിധമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുമ്പോൾ ദാ ചേർക്കും. പിന്നെ നദികൾ, കടലുകൾ, സമുദ്രങ്ങൾ, പർവ്വതനിരകള്, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, രാജ്യങ്ങളുടെ കൂട്ടങ്ങള്, പിന്നെ പ്ലൂറൽ നെയിം വരുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ എല്ലാം ഇത് ഉപയോഗിക്കും. അതായത് പ്ലൂറൽ നെയിം വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നെതർലൻഡ്സ് എന്ന് പറയും. അവിടെ എസ് വരുമ്പം പ്ലൂറലാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളുടെ പേരിൽ മുമ്പിൽ ദാ ഉപയോഗിക്കും. അതുപോലെ ദ വെസ്റ്റ് ഇൻഡീസ് ചേർക്കുമ്പോഴും ആ പ്ലൂറൽ നെയിം വന്നതുകൊണ്ട് ദ ചേർക്കും. പിന്നെ ദ USA, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ആ USA അവിടെ
കുറേ സ്റ്റേറ്റ്സ് കൂടെ ചേർന്നിട്ടാണ് ഇത് വന്നത്. അതുകൊണ്ടാണ് അവിടാണ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എന്ന് പറഞ്ഞത്. അടുത്തത് ദ ഹിമാലയാസ്, മൗണ്ടൻ റേഞ്ച്, പർവ്വതനിരകൾ. ദ അറേബ്യൻ സീ, അറബിക്കടൽ. അത് പറയുമ്പോൾ ദ ഉപയോഗിക്കും. അത് എപ്പോൾ പറഞ്ഞാലും ഈ വാക്കുകൾ എപ്പോൾ പറഞ്ഞാലും ദ ചേർത്തേ ഉപയോഗിക്കും. ദ പസഫിക് ഓഷ്യൻ, സമുദ്രങ്ങള്, കടലുകള്, അതുപോലെ തന്നെ നദികള്, നദി ദ യമുന. അപ്പം ഈ നദികളുടെ പേര്, സമുദ്രങ്ങളുടെ പേര്, പർവ്വതനിരകള്, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, പ്ലൂറൽ നെയിം വരുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ ഒക്കെ എപ്പോഴും ദ ഉപയോഗിക്കും. അടുത്തത് ന്യൂസ് പേപ്പറുകളുടെ പേര് പറയുന്നതിന് ദ ഉപയോഗിക്കും. അതുപോലെ തന്നെ സേക്രഡ് ബുക്സ്, പരിപാവനമായ ഗ്രന്ഥങ്ങൾ. അപ്പം ദ ഹിന്ദു പത്രമാണ്, ന്യൂസ് പേപ്പറിന്റെ പേര് പറയുമ്പം ദ ചേർത്തു. ദ ഇന്ത്യൻ എക്സ്പ്രസ്, അത് ദ ചേർത്തു. അടുത്തത് ദ ഖുറാൻ, ദ രാമായണ, അതൊക്കെ ഓരോ മതത്തിന്റെ പരിപാവന ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുന്നിൽ എപ്പോഴും ദ ചേർക്കും. അടുത്തത് ദിക്കുകൾ സൂചിപ്പിക്കാൻ ദ നോർത്ത്, ദ സൗത്ത്, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ നോർത്ത് ഈസ്റ്റ്, ദ സൗത്ത് ഈസ്റ്റ്. അങ്ങനെ ദിക്കുകളെ, ദിശകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുന്നിൽ എപ്പോഴും ദ ചേർക്കും. അടുത്തത് ഒരു രാജ്യത്തെ ജനങ്ങളെയോ വർഗങ്ങളെയോ കുറിച്ച് പറയുമ്പോൾ ദ ഹിന്ദുസ്, ദ മുസ്ലിംസ് ഓരോ വർഗങ്ങളാണ്. അതുപോലെ ദ ഫ്രഞ്ച്, ഒരു രാജ്യത്തെ ജനങ്ങൾ, ഫ്രഞ്ചുകാരെ ദ ഫ്രഞ്ച് എന്ന് പറയും, ഇംഗ്ലീഷുകാരെ ദ ഇംഗ്ലീഷ് എന്ന് പറയും. അതുപോലെ ഉള്ള വാക്കുകൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കും. വേറെ രാജ്യങ്ങളുടെയോ ഭാഷകളുടെയോ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കില്ലെന്നാണ് പറഞ്ഞത്. ബ്രിട്ടൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ബ്രിട്ടൻ ഒരു കൂട്ടം ഐലൻഡുകൾ ചേർന്നിട്ടാണ് ബ്രിട്ടൻ ഉണ്ടായിരിക്കുന്നത്. അവിടെ ദാ ചേർത്തിട്ടില്ല. അതുപോലെ ലാംഗ്വേജ് ആണ് ഹിന്ദി, ഒരു ഭാഷയാണ്. അതിന് മുന്നിലും ദ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലേ ഉപയോഗിച്ചില്ല, ആന ഉപയോഗിച്ചില്ല. കാരണം നേരത്തെ പറഞ്ഞു രാജ്യങ്ങളുടെയോ ഭാഷകളുടെയോ പേരിന് മുന്നിൽ ഒരിക്കലും ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ഇവിടെ ഹിന്ദി ഈസ് യൂസ്ഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ദ ഉപയോഗിക്കാത്ത സ്ഥലമാണ് പറഞ്ഞത്. അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ അഡ്ജക്റ്റീവിന് മുന്നിൽ ഉപയോഗിക്കുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ ഡിഗ്രി കോഴ്സ് ഓഫ് കമ്പാരിസൺ പറയുമ്പോൾ അത് പറയും. പോസിറ്റീവ്, കമ്പറേറ്റീവ്, സൂപ്പർലേറ്റീവ് 3 ഡിഗ്രി ഉണ്ട്. അത് നമ്മൾ ഇനി പറയും. ഇപ്പം ഓർത്ത് വെച്ചിരുന്നാൽ മതി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ അഡ്ജക്റ്റീവിന് മുന്നിൽ ഉപയോഗിക്കുന്നു. ദ ബിഗ്ഗസ്റ്റ്, ഇത് ഏറ്റവും വലുത്, ദ ഹയസ്റ്റ്, ഏറ്റവും ഉയരമുള്ളത്, അങ്ങനെയൊക്കെ പറയുമ്പം ഇതാ ചേർക്കും. അപ്പൊ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്താണെന്ന്, അഡ്ജക്റ്റീവ്, അഡ്വർബ് എന്താണെന്നൊക്കെ ഇനി പറയും. അടുത്തത് നമ്പേഴ്സ് ഇൻഡിക്കേറ്റിംഗ് പൊസിഷൻസ് ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്. അതുപോലെ ന്യൂമറിക്കൽ, ന്യൂമറൽസ്, ഒന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് അല്ലെങ്കിൽ 10ാമത് അങ്ങനെയൊക്കെ പറയുമ്പം ആ നമ്പറുകൾ ന്യൂമറൽ ഇൻഡിക്കേറ്റിംഗ് പൊസിഷൻസിൽ ഉപയോഗിക്കും. അതായത് ഹി ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്, ഫസ്റ്റിന് മുന്നിൽ ദ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ദ സെക്കൻഡ്, ഹി ഈസ് ദ സെക്കൻഡ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കും. അടുത്തത് പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് മുന്നിൽ ദ ചേർത്ത് ഉപയോഗിക്കും. വയലിൻ, ദ ഹാർമോണിയ, അങ്ങനെ ഓരോന്നിനു മുന്നിൽ ഉപയോഗിക്കും. പിന്നെ ഒരു ഗണത്തിൽപ്പെട്ട എല്ലാവരെയും ചേർത്ത് പറയുന്ന അഡ്ജക്റ്റീവിന് മുന്നിൽ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പം ഒരു ഗണത്തിൽപ്പെട്ട എല്ലാത്തിനെയും ചേർത്ത് പറയുന്നതിന് മുന്നിൽ. ഉദാഹരണം ദ റിച്ച്. റിച്ച് എന്ന് പറയുമ്പോൾ സമ്പന്നർ. ആ സമ്പന്നരെ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുമ്പോൾ സമ്പന്നർ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ദ ഉപയോഗിക്കും. അതുപോലെ ദ പുവർ, പാവങ്ങൾ. അത് ഇവിടെ റിച്ച് എന്ന് പറയുന്നത് ദ റിച്ച് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം റിച്ച് പീപ്പിൾ, സമ്പന്നവർഗം. അതുപോലെ ദ പുവർ, ദരിദ്രവർഗം, അങ്ങനെ പറയാൻ ഉപയോഗിക്കുന്നു. അപ്പോഴും ദ ഉപയോഗിക്കും. പിന്നീട് ദ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം, ഒരു കുടുംബ പേര് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ, ഉദാഹരണം ദ ഗുപ്താസ്, ആ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെ പേര് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ ദ സ്മിത്സ്, സ്മിത്തിന്റെ, അങ്ങനെ പറയുന്നത്. അടുത്തത് പദവികളുടെ പേരിന് മുന്നിൽ. ഉദാഹരണം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് മാത്രം പറയത്തില്ല, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ പ്രൈം മിനിസ്റ്റർ എന്ന് മാത്രം പറയത്തില്ല, ദ പ്രൈം മിനിസ്റ്റർ. അതുപോലെ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട്, ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയില്ല, ദ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട്. അങ്ങനെ ഉള്ള വാക്കുകൾക്ക് മുന്നിൽ, പ്രത്യേക പദവികൾക്ക് മുന്നിൽ ഇത് ഉപയോഗിക്കും. അടുത്തത് വേറൊന്ന് സ്പെസിഫിക് ഓർഗനൈസേഷൻ, പ്രത്യേക സംഘടനകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള ഓർഗനൈസേഷന്റെ പേരിൽ. ഉദാഹരണം ദ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. അതുപോലെ ഓരോ ഇതിന് മുന്നിലും ദ ഉപയോഗിക്കും. പിന്നെ ദ സ്പെസിഫിക് ടൈം, പ്രത്യേക സമയം പറയുമ്പോൾ അവിടെയും ദ ഉപയോഗിക്കും. ഉദാഹരണം ഓൺ ദ 25th ജൂൺ, ദ 25th ജൂൺ, ജൂൺ 25 എന്ന് പ്രത്യേകം പറഞ്ഞപ്പോഴാണ്, പ്രത്യേക സമയമാണത്. ഇൻ ദ മോർണിംഗ്, അതും ഒരു പ്രത്യേക സമയമാണ്, അപ്പൊ ദ ചേർത്തു. അടുത്തത് ഇൻ ദ 16th സെഞ്ചുറി, 16th സെഞ്ചുറി. ഈ പറഞ്ഞ 3 ടൈമും ഒരു പ്രത്യേക ടൈമാണ്, സ്പെസിഫിക് ടൈമാണ്, ഒന്ന് എടുത്തു പറയാൻ വേണ്ടി. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ദ ഉപയോഗിക്കും.
അതുപോലെ വേറൊരു പ്രത്യേക കാര്യമുണ്ട്. ദ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം നമ്മൾ സ്പെഷ്യൽ പർപ്പസ് എന്തെങ്കിലും പറയുമ്പോൾ, പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും പോകുമ്പോൾ, ഉദാഹരണം രാമു വെന്റ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ രാമു സ്കൂളിൽ പോയി. എന്തിനാണ്? അത് പഠിക്കാൻ തന്നെ പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ പഠിക്കാനായിട്ട് പോകുന്നതിന് ടു ആണ് ഉപയോഗിക്കുക. ടു അല്ല, അവിടെ പോകുമ്പം അത് പറയുമ്പം ദ ഉപയോഗിക്കത്തില്ല. അതേസമയം ഐ വെന്റ് ടു ദ സ്കൂൾ ടു അറ്റൻഡ് എ പേരന്റ് ടീച്ചർ മീറ്റിംഗ്. ഞാൻ സ്കൂളിൽ പോയി. എന്തിനാണ്? ടു അറ്റൻഡ് എ പേരന്റ് ടീച്ചർ മീറ്റിംഗ്. അവിടെ പറയുമ്പം സ്കൂളിന് മുന്നിൽ ദ ഉപയോഗിക്കുക. ആ സ്കൂളിൽ പോയി. അങ്ങനെ പറഞ്ഞാൽ ദ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? പഠിക്കാനല്ല പോയത്, വേറെ എന്തോ പ്രത്യേക ഉദ്ദേശത്തിന്. ഇവിടെ പേരന്റ് ടീച്ചർ മീറ്റിങ്ങിന് പോയി. പഠിക്കാൻ പോകുന്നതിനാണെങ്കിൽ ആ സ്കൂളിന് മുന്നിൽ ദ ചേർക്കൂല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. രാമു വെന്റ് ടു ഹോസ്പിറ്റൽ. അതെന്തിനാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ സാധാരണ പോണത് ചികിത്സിക്കാൻ. അല്ലാതെ വേറെന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിന്, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോയോ ആ ഉദ്ദേശം വെച്ച് പ്രത്യേക ഉദ്ദേശത്തിന് പോകുമ്പോൾ ദ ഹോസ്പിറ്റല് ദ ചേർക്കും ഹോസ്പിറ്റലിന് മുന്നിൽ. അല്ലാതെ പോകുന്നതിന്, അതുപോലെ തന്നെ മാർക്കറ്റിൽ പോകുന്നതിൽ എന്തായാലും ഒരു പ്രത്യേക കോമൺ പർപ്പസ് പറയുമ്പോൾ ദ ഉപയോഗിക്കൂല. അതേസമയം സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി പറയുമ്പോൾ ദ ഉപയോഗിക്കും. അപ്പം ദയെക്കുറിച്ചെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.